ഇപ്പോൾ കാസർഗോഡിൽ നിന്നും സാന്ത്വനം എന്ന് പറയുന്ന SYSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം എന്ന് പറയുന്ന ടീമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രവർത്തനവും അവരൊക്കെ വളരെ ക്ഷീണിതരായിട്ടൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ കാസർഗോഡ് നിന്നുള്ള SYS സാന്ത്വനം ടീമാണ്. SYS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് SYS. SYSൻ്റെ കീഴിലുള്ള സാന്ത്വനം സേവന പ്രവർത്തകരാണ്. ദുരന്തമുണ്ടായ മണിക്കൂറിനകം തന്നെ സാന്ത്വന പ്രവർത്തകർ ചൂരിമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് വന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ വരുന്നത്. 3 ദിവസമായിട്ട് വളരെ നല്ല ഇടപെടൽ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. വന്ന ദിവസം തന്നെയാണ് ചൂരമലയിലുള്ള ഒരു വീട്ടിൽ നിന്നും 50 പവൻ സ്വർണം ഞങ്ങളെ പ്രവർത്തകർക്കാണ് കിട്ടിയത്. 7 മണിക്കൂർ നീണ്ടു നിന്ന തിരച്ചിലിനിടയിലാണ് വൈകുന്നേരം 5 മണിയോടെ അടുത്ത സമയത്താണ് കിട്ടുന്നത്. ആ കിട്ടിയ സ്വർണം അവരെ ഉടമകൾക്ക് തന്നെ ഏൽപ്പിച്ച ഒരു സന്തോഷകരമായ ഒരു പ്രവർത്തനം ഞങ്ങൾ ഈ കാലയളവ് ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ 2ഓളം മൃതദേഹവും നമുക്ക് തിരച്ചിലിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി നല്ല സേവന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. 31 സാന്ത്വന സേവന പ്രവർത്തകരാണ് ഈ ദുരന്ത മേഖലയിലേക്ക് വരാൻ സാധിച്ചത്. ഇന്ന് രാത്രിയോടുകൂടെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് സാന്ത്വന സേവന പ്രവർത്തകർ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് ഇവിടെയുണ്ട്. സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നല്ല ഇടപെടൽ നടത്തി അവരോടൊപ്പം ചേർന്നിട്ടാണ് സാന്ത്വനം പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇനിയും വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരുപാട് നേതൃത്വമുണ്ട്. ഞങ്ങളെ ടീം അമീറായിട്ട് അലി സഖാഫി ഹിമമിയാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഘടനയുടെ സമന്വിതരായ നേതാക്കൾ ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രവാസി ഭാരത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ചാരിറ്റി വില്ലേജ് എന്ന് പറയുന്ന സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഒപ്പം ഇതുപോലുള്ള സന്നദ്ധ സേവനങ്ങൾ ചെയ്യാൻ തുടർന്ന് അങ്ങോട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഈ മദീന പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക. അതാണ് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ മേഖല. ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങളും കഷ്ടത അനുഭവിക്കുന്നവരുമായ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഇസ്ലാം അതുതന്നെയാണ് നമ്മോട് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവുമായാണ് നമ്മളൊക്കെ ഈ മണ്ണിലെത്തിയിട്ടുള്ളത്. കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിഷമങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരൊക്കെയുണ്ട്. അവർക്കൊക്കെ ജഗന്നിയന്താവ് എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊക്കെ രക്ഷയും മോചനവും നൽകി രക്ഷയുടെ കവചം അവർക്കെല്ലാവർക്കും പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.